Max class chapter 16 angles in a circle and cyclic quadrilaterals. ഇനി നമുക്ക് ആംഗിളുകളെ കുറിച്ചാണ് പറയാനുള്ളത്. സർക്കിളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടുള്ള ആംഗിളുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ബൈ ദ റേഡിയ അറ്റ് ദ end points of an arc is called central angle or angle subtended by an arc or chord at the center. രണ്ട് റേഡിയസ് പരസ്പരം കൂടിച്ചേർന്നുണ്ടാവുന്ന സെൻട്രൽ രൂപപ്പെട്ട് വരുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. The relationship between the length of an arc and its degree measure. ലെങ്ത് ഓഫ് എൻ ആർക്ക്, ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് എന്നുള്ളത്, സർക്കിളിലെ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ ഓഫ് ദി ആർക്ക് ബൈ 360 ഡിഗ്രിയാണ്. ഇഫ് ദ ഡിഗ്രി ഓഫ് മെഷർ ഓഫ് എൻ ആർക്ക് ഈസ് 40 ഡിഗ്രി, ഒരു ആംഗിളിൻ്റെ ഡിഗ്രി 40 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം സർക്കംഫറൻസ് 2πr ആണ് സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ 2πr ഇൻറ്റു 40 ബൈ 360 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ആംഗിളിൻ്റെ അളവ് ലഭിക്കുന്നതാണ്. 2/9πr ആണ് വരിക. ഇങ്ങനെ നമുക്ക് ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടെത്താനുള്ള ഫോർമുല എന്നുള്ളത് ഈ രൂപത്തിലാണ്. സം ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഇനി ഒരു ആംഗിളും സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളുകളുടെ ഏതാനും ചില പ്രോപ്പർട്ടികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. The angle subtended at the center of a circle is by an arc is double the angle subtended by each and on any point on the remaining part of the circle. ഇപ്പോൾ ഈ ഒരു ആംഗിളിൽ സെൻട്രൽ രൂപപ്പെടുന്ന സർക്കിളിൻ്റെ നേർപകുതിയായിരിക്കും ഈ സെൻട്രൽ അല്ലാത്ത ഇതിൽ നിന്നും രൂപപ്പെട്ട് വരുന്ന ആംഗിളിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക എന്നുള്ളത്. അഥവാ the angle subtended at the center of a circle by an arc is double. ഇത് ഡബിൾ ആയിരിക്കും. the angle subtended by at any point of the remaining part of the circle. സർക്കിളിൻ്റെ വേറെ ഏത് ഭാഗത്തും ഈ ഒരു പോയിന്റിൽ നിന്നും ആംഗിളുകൾ രൂപപ്പെടുത്തിയാലും സെൻട്രൽ രൂപപ്പെട്ടിരുന്ന ആംഗിളിൻ്റെ പകുതി അത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, ഡബിൾ ആയിരിക്കും സെൻട്രൽ രൂപപ്പെട്ട് വരുന്ന ആംഗിൾ എന്നുള്ളത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഒരു സെമി സർക്കിളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇപ്പോൾ ഇത് PQ എന്നുള്ളത് സെമി സർക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ ആംഗിളുകളും പരസ്പരം ഈക്വൽ ആയിരിക്കും. ഇത് PQ എന്നുള്ളത് ഒരേ ഒരു കോഡാണെന്ന് സംഘടിപ്പിച്ചതിൻ്റെ ഈ സെഗ്മെൻറ്റിൽ രൂപപ്പെട്ട് വരുന്ന എല്ലാ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ R എന്നുള്ള ഈ ആംഗിളും S എന്നുള്ള രൂപത്തിൽ PRQവും PSQവും രണ്ടും ഈക്വലായ ആംഗിളുകളായിരിക്കും. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് രൂപപ്പെട്ട് വരുന്ന ആംഗിളുകൾ പരസ്പരം എപ്പോഴും ഈക്വലായിരിക്കും. If a line segment joining two points is subtends equal angles at two other points on the same side of the line containing the segment, the 4 points line on a circle. ഇങ്ങനെ രൂപപ്പെട്ട് വരുമ്പോൾ ഈ ആംഗിളുകളിൽ നിന്ന് രണ്ട് പോയിന്റുകളിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നത് രണ്ട് ആംഗിളുകളും സെയിം ആണെങ്കിൽ ആ 4 പോയിന്റുകൾ നിൽക്കുന്നത് ഒരു സർക്കിളിന്മേലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ PQ എന്നുള്ള രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് പോയിന്റുകളിൽ നിന്നാണ് ഇവിടെയുള്ള രണ്ട് ആംഗിളുകൾ രൂപപ്പെട്ട് വരുന്നത്. ഈ രണ്ട് ആംഗിളുകളും ഈക്വലാണ് എന്ന് നമ്മൾ പറഞ്ഞു. സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിളുകൾ ഈക്വലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇത് രൂപപ്പെട്ടിട്ടുള്ള ഈ 4 പോയിന്റുകളും സർക്കിളുമേലായിരിക്കും വരും. ഇപ്പോൾ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിമ ടച്ച് ചെയ്തിട്ടായിരിക്കും, ആ പോയിന്റിൽ ടച്ച് ചെയ്തായിരിക്കും സർക്കിൾ കടന്നു പോവുക എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ രണ്ട് പോയിന്റുകളിൽ നിന്നും രൂപപ്പെട്ട് വരുന്ന രണ്ട് ഈക്വൽ ആംഗിളുകൾ ചെന്നെത്തുന്ന ഈ രൂപപ്പെട്ട് വരുന്ന ഈ രണ്ട് പോയിന്റുകളും മൊത്തത്തിൽ ഈ 4 പോയിന്റുകൾ PRSQ എന്നുള്ള ഈ 4 പോയിന്റുകളും ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സർക്കിളിന്മേലായിരിക്കും വരിക എന്നുള്ളതാണ്. ഇനി ഏതാനും ചില പ്രോപ്പർട്ടികളോട് പറയുകയാണെങ്കിൽ given one or two points there are infinitely many circle passing through them. ഒന്നോ രണ്ടോ പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ധാരാളം സർക്കിളുകൾ നമുക്ക് വരയ്ക്കാൻ കഴിയും.
എന്നാൽ 3 non-collinear points are always concyclic and there is only one circle passing through all of them. എന്നാൽ 3 non-collinear പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് ആകെ ഒരൊറ്റ സർക്കിൾ മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. അതിലേറെ കൂടുതൽ സർക്കിൾ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ സാധിക്കില്ല. ഒന്നോ രണ്ടോ പോയിന്റുകൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സർക്കിൾ പലവിധ സർക്കിളുകളും വരയ്ക്കാമെങ്കിലും 3 പോയിന്റുകൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ 3 പോയിന്റിൻ്റെ മുകളിലൂടെയും കടന്നു പോകുന്ന രൂപത്തിൽ നമുക്ക് ഒരേ സർക്കിളെ വരയ്ക്കാൻ കഴിയുള്ളൂ. ഒറ്റ സർക്കിൾ മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. 3 collinear points are not cyclic. 3 കൊളീനിയർ പോയിന്റ് ഒരേ നിലയിൽ വരുന്ന 3 കൊളീനിയർ പോയിന്റുകൾ ഒരിക്കലും സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുണ്ടാവും ഒരു പോയിന്റ് കേന്ദ്രീകരിച്ച് ധാരാളം സർക്കിളുകൾ ഉള്ളതിനാണ്. 4 non-collinear points may or may not be concyclic. 4 non-collinear പോയിന്റ്സുകൾ ഒരുപക്ഷെ സൈക്ലിക് ആവാതിരിക്കുകയും ചെയ്യാം. മറ്റൊന്ന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സൈക്കിൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന ക്വാഡ്രിലാറ്ററിനെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. എ ക്വാഡ്രിലാറ്ററൽ ഈസ് സെഡ് ടു ബി എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇഫ് ദർ ഈസ് എ സർക്കിൾ പാസിംഗ് ത്രൂ ആൾ ഇറ്റ്സ് 4 വെർട്ടീസസ്. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വേർട്ടക്സിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ കടന്നു പോകുന്നുവെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് സർക്കിൾ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. Sum of the opposite angles of a cyclic quadrilateral is 180 degree. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ രണ്ടും 180 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന ആംഗിളുകളുടെ പ്രോപ്പർട്ടികളെ കുറിച്ചാണ് കാര്യമായും ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.